ഉപയോഗശേഷം നാം വലിച്ചെറിയുന്ന പല വസ്തുക്കളും നമുക്ക് വീണ്ടും ഉപയോഗിക്കാമെന്ന് കാട്ടിത്തരുകയാണ് അമൃത ക്യാമ്പസുകൾ. അലങ്കാര വസ്തുക്കളായും ആശയങ്ങളിലൂടെ അത്ഭുതങ്ങൾ ജനിപ്പിക്കുന്ന കലാസൃഷ്ടികളായും ഉപയോഗശൂന്യമായ വസ്തുക്കൾ മാറുമ്പോൾ അമൃത ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ മികവ് വേറിട്ട കാഴ്ചകളാണ്. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃതപുരി ക്യാമ്പസിൽ നടന്ന ഒരു ലോകം ഒരേ ഹൃദയം പ്രദർശനത്തിലെ ഈ കാഴ്ചകൾ ഏറെ മനോഹരങ്ങളായിരുന്നു. ഉപയോഗശേഷം പ്ലാസ്റ്റിക് കുപ്പികളും പൊട്ടിയ ചില്ല് ഗ്ലാസുകളും പേപ്പറുമൊക്കെ വലിച്ചെറിയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇനി അതിനു മുൻപ് രണ്ടാമതൊന്ന് ചിന്തിക്കണം. കാരണം ഉപയോഗശേഷം നാം കളയുന്ന ഇവയൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതെങ്ങനെയെന്ന് ഈ കുട്ടികൾ പറയുക മാത്രമല്ല, കാണിച്ചു കൂടി തരുന്നു. നമുക്ക് വേസ്റ്റായിട്ട് മാത്രം കാണാണ്ട് അതിനെ നമ്മൾ അപ്സൈക്കിൾ ചെയ്ത് യൂസ്ഫുള്ളായിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ MLP പോലുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മളത് നെയ്ത് വീവ് ചെയ്ത് ഒരു ബാഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ വേസ്റ്റിലും നമുക്കൊരു ആർട്ട് കാണാൻ പറ്റും. ആ ആർട്ടിനെ എല്ലാം ചേർത്ത് വെച്ച് ഓരോരോ പുതിയ രൂപങ്ങളും ക്യാൻവാസിൽ നമുക്കത് പകർത്താൻ പറ്റും. ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വാത്സല്യം ചൊരിയുന്ന അമ്മ, മറ്റൊന്നിലൂടെയും പകരം വയ്ക്കാനില്ലാത്ത ആ സ്നേഹമറിയുന്ന കുഞ്ഞുങ്ങൾ. പേപ്പറുകൾ കുഴച്ച് പൾപ്പ് രൂപത്തിലാക്കി നിർമ്മിച്ചെടുത്തതാണ് ഈ മനോഹര സൃഷ്ടി. നമുക്ക് വെല്ലുവിളിയാകുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും പ്രകൃതിയും പൂക്കളും പക്ഷികളുമായി മാറി. അല്ല, അങ്ങനെ ഈ കുട്ടികൾ മാറ്റിയെടുത്തു. അലങ്കാര വസ്തുക്കളായി ഇവയൊക്കെ മാറിയപ്പോൾ ഇത് ആശയങ്ങൾ പുനർജനിക്കുന്ന കരവിരുതിൻ്റെ അടയാളങ്ങളായി. ഞാൻ എക്സിബിഷൻ മുഴുവനും സമയമെടുത്ത് കണ്ടു. ഇത്രയൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് എത്രമാത്രം വലിയൊരു സംഭാവനയാണ് അമ്മയും അമ്മയുടെ സ്ഥാപനങ്ങളും സമൂഹത്തിന് നൽകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ കാലത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിനെ കുറിച്ച് പറയുന്ന ഒരുപാട് കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ചർച്ചകളും ഇൻ്റലക്ച്വൽ അനാലിസിസും സയൻറ്റിഫിക് സ്റ്റഡീസും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് വളരെ പ്രായോഗികമായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ട ഈ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള ഉപയോഗ സാധനങ്ങൾ, ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഏകദേശ രൂപം എനിക്ക് ഉണ്ട് എങ്കിൽ പോലും എനിക്കൊരു നേരിട്ടൊരു അനുഭവം ഇപ്പോഴാണ് കിട്ടിയത്. അതിൻ്റെ ഒരു വലിയ ചിത്രം ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇവിടെ നടത്തുന്ന ഈ എക്സിബിഷൻ വളരെ നന്നായിരിക്കുന്നു. പ്രത്യേകിച്ചും ഉപയോഗശൂന്യമായതും പ്ലാസ്റ്റിക് പോലെയൊക്കെയുള്ള പ്രകൃതിക്ക് എപ്പോഴും കടന്നു കഴിഞ്ഞാൽ നശിക്കാത്തതുമായ പല സാധനങ്ങളും ഉപയോഗിച്ച് അത് റീയൂസ് ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ആർട്ട് വർക്കാണ്. പിന്നെ ബാഗ് ഇത് ക്ലോത്ത് ആക്കിയിട്ട് ഈ നൂലുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ബാഗുകളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. സുസ്ഥിര വികസന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ പാഠ്യപദ്ധതികളാണ് ഇതിനൊക്കെയും പ്രചോദനം. ഈ സൃഷ്ടികളൊക്കെയും കാഴ്ചക്കാരെ ആശയങ്ങളുടെ വിശാല ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നല്ല പാഠങ്ങളായി ഇവ മാറുന്നു. അമൃത ന്യൂസ്, കൊല്ലം.